ഇറക്കി വെച്ചിട്ട് ഈ ടാഗത്ത് കെട്ടും. എന്നിട്ട് നമ്മൾ ഈ സിപ്പപ്പിൻ്റെ കവറുണ്ട്, കവർക്ക് ചെയ്യും. എന്തൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിലവിൽ. ഞാവള്, മാവ്, ഇത് 3 നമ്മളിവിടെ, നെല്ലി 4 ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ മരത്തിൻ്റെ അടുത്ത് കമ്പാണ്. ടൈം കഴിഞ്ഞ് ചെയ്യേണ്ട സമയമൊക്കെ ഈ പൂക്കുന്നതും കായ്ക്കുന്നതായ മരത്തിൻ്റെ മാത്രം നമ്മൾ ടൈം എടുക്കാൻ പാടുള്ളൂ. എത്രയും പെട്ടെന്ന് കായ്ക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഇത്തിരി ഒരേ വണ്ണമുള്ളതെന്ന് വെച്ചാൽ ഏകദേശം ഒരേ വണ്ണമുള്ളത് എടുക്കുക. അത് വണ്ണം ഇത്തിരി കുറവുള്ളതാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് വെച്ച് കെട്ടാട്ടോ. ഗ്രാഫ്റ്റിംഗ് അല്ലേ? ഇത് ഗ്രാഫ്റ്റിംഗ്, ഓൺ ഗ്രാഫ്റ്റിംഗ്, വെജ് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറയും. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് കൊണ്ടൊരു ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, മരത്തിൽ കെട്ടില്ല. പിന്നെ എപ്പിക്കോട്ടിക് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. അതായത് അധികം ഈ അണ്ടി മുളയ്ക്കുമ്പോൾ തന്നെ ഒരു ചുവന്ന കളറായിട്ടുണ്ടായിരുന്നു, അതിന് ചെയ്യുന്നതാണ് എപ്പിക്കോട്ടിക് ഗ്രാഫ്റ്റിംഗ്. ഇതിനകത്ത് നമ്മൾ തൊടാനൊന്നും പാടില്ല. ഇത് എടുത്ത് വെച്ചു, ഇത് നമ്മൾ ഒരു സൈഡായിട്ട് വെച്ചിട്ട് ഒരു സൈഡ് ഇത് വണ്ണം കൂടിയത് കൊണ്ട് ഒരു സൈഡിലേക്കായിട്ട് തന്നെ വെക്കണം, വണ്ണം കൂടിയത് കൊണ്ട്. നമ്മൾ സിപ്പപ്പിൻ്റെ കവറില്ലേ, കവറിട്ട് ഇത് മിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രം സിപ്പപ്പിൻ്റെ കവറിട്ട് മിലിറ്റ് എടുത്ത് വയ്ക്കും. 3 ദിവസം കൂടുമ്പോൾ കവർ ഊരുക, ഒന്ന് നനയ്ക്കുക, വീണ്ടും ആ കവറിന് അതേപോലെ കവറിൻ്റെ മുകളിൽ കൂടെ ഇട്ടങ്ങ് വെക്കും. സിപ്പപ്പിൻ്റെ കവർ 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഒന്ന് കവർ ഊരുക, ഒന്നുകൂടി വെള്ളം തളിക്കുക, വീണ്ടും ആ കവർ അങ്ങനെ ഇടുക. ഇല വരുന്നത് വരെ ഏകദേശം ഇല വലുപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെടുത്ത് മാറ്റി. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഫൈനലി ഇതാണ്ട് ഇങ്ങനെയാവും. കുറേ ചെയ്ത് വരുമ്പം പഠിച്ചോളും. ആദ്യമൊക്കെ സക്സസ് ആവത്തില്ല, അപ്പം നമ്മൾ കളഞ്ഞിട്ട് പോകരുത്. ചെടികളും ഒക്കെ ഇങ്ങനെ ചെയ്യാം. ചെയ്യുന്നു ആരെങ്കിലും?